കൊണ്ടാണ് കെ സുധാകരനെ മറ്റ് എംപിമാരുടെ കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ ചോദ്യമില്ലേ അഭിലാഷ്? എന്തുകൊണ്ട് അങ്ങനെ കെ സുധാകരൻ ഒരു അവസരം കൊടുത്താൽ മറ്റ് എംപിമാർക്ക് അവസരം കൊടുക്കണം? അതൊരു വെട്ടാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നില്ലേ? കെ സുധാകരൻ ഇവിടെ നേരത്തെ ആന്റണി പറഞ്ഞതുപോലെ ജീവൻ കൊടുത്ത് കണ്ണൂരിലെ കോൺഗ്രസിനെ പടുത്തുയർത്തിയ നേതാവാണെന്ന് മാത്രമല്ല കഴിഞ്ഞ 4 വർഷം അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. 1 വർഷമേ ആവുന്നുള്ളൂ, 1 വർഷം കഷ്ടിയാവുന്നുള്ളൂ. 10 മാസമേ ആയിട്ടുള്ള അദ്ദേഹം KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട്. അപ്പോൾ ആ കെ സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ പരസ്യമായി പറയുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുന്ന സമയം രാഹുൽ ഗാന്ധി ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. അതെ, മാത്രമല്ല കെ സുധാകരനെ അയ്യോ മറ്റെംപിമാര് മത്സരിക്കണം എന്ന് പറയും. കെ സുധാകരനും മറ്റെംപിമാരും ഒരു ത്രാസിൽ തൂക്കേണ്ടതാണോ? ആ തരത്തിലുള്ള ഹ്യൂമിലിയേഷൻ ആയിരിക്കാം കെ സുധാകരനെ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. വിഷ്ണു, കെ സുധാകരൻ ഇപ്പോൾ പൂർണ്ണമായും കൂളായിട്ടുണ്ടോ? അദ്ദേഹം മത്സരിക്കുമെന്ന ഉറപ്പ് വാങ്ങിയിട്ടുണ്ടോ? ആ കണ്ണൂർ സീറ്റ് എന്ന ഒരൊറ്റ തീരുമാനത്തിൽ പൂർണ്ണമായും വഴങ്ങി കെ സുധാകരൻ തിരികെ കണ്ണൂരിലെത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഓടി നടക്കുമോ? എന്താണ് സുധാകരൻ ക്യാമ്പിൽ നിന്നുള്ള വാർത്തകൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ സുധാകരന്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിലാണ്. ഇവിടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിഞ്ഞതിന് പിന്നാലെ നിരവധി വാർത്താ മാധ്യമങ്ങൾ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി, വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസവും കൂട്ടി 3ാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും പിന്നീട് അത് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു നടപടി സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. എനിക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സുധാകരൻ ഇപ്പോൾ തീർത്തും മറ്റ് വിഷയങ്ങളിലൊന്നും ഇടപെടാതെ മറ്റ് പ്രതികരണങ്ങളിലേക്കൊന്നും പോകാതെ എന്താണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. കാരണം കണ്ണൂരിൽ സീറ്റുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വത്തിനെ കൊണ്ട് ഒടുവിൽ സമ്മതിപ്പിക്കേണ്ടി വന്നുവെങ്കിലും ഇതിൽ ഈ പ്രഖ്യാപനങ്ങളിലോ അല്ലെങ്കിൽ ഈ നേതാക്കൾ നൽകിയ വാക്കുകളിലോ സുധാകരൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരട്ടെ, ആ വരുന്ന പട്ടികയിൽ കണ്ണൂരിൽ ആരുടെ പേരാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുന്നത്, അതിനുശേഷം മാത്രം അടുത്ത നീക്കം എന്ന നിലപാടിലേക്കാണ് സുധാകരൻ പോകുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ ഡിപ്ലോമാറ്റിക്കായും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ട്രാറ്റജിക്കായുമുള്ള സംസാരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥരുടെ റോളിൽ സതീശന്റെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കൂടി കേൾക്കണമല്ലോ. എനിക്ക് ഇക്കാര്യത്തിലൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. നിർണ്ണയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടുകളും കുറിച്ചും തനിക്ക് ധാരണയില്ല എന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്. മാതൃഭൂമിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എനിക്കിതിലൊന്നും ഒരു റോളുമില്ല എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നതും നമ്മൾ കേട്ടു.